ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രുക്മിണി ഇരുന്നുകൊണ്ട് പലിശയ്ക്ക് കൊടുത്തവർക്ക് പലിശ തിരിച്ചു തരാത്തതിന് അവരെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താടാ നീ പൈസ തരാത്തത്? നീ ആരോടാ കളിക്കുന്നതെന്നറിയാമോ? ഞാൻ അങ്ങോട്ട് വന്നിട്ടേ അവിടെ എന്തായിരിക്കുന്നതെന്ന് വെച്ചാൽ അതെല്ലാം ഞാൻ എടുത്തുകൊണ്ട് പോരും എന്നൊക്കെ ഇങ്ങനെ ഒച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതെല്ലാം കേട്ടുകൊണ്ട് ഹരീഷ് അവിടെ ഇരുന്നുകൊണ്ട് നോക്കുന്നുണ്ട്. ആ സമയത്ത് രമ്യ അങ്ങോട്ട് വരിക. എവിടെ അടി ചുറ്റി തിരിഞ്ഞിട്ട് വരുന്നത്? നീ എവിടെ പോയതാ എന്നിങ്ങനെ രമ്യയോട് ചോദിക്കുമ്പോൾ രമ്യ പറയുക, അമ്മേ വളരെ പ്രയോജനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ചെയ്തിട്ട് വന്നത്. അമ്മ അതറിഞ്ഞാൽ സന്തോഷിക്കും. എന്തുവാ അമ്മ ഹരീഷിന് വേണ്ടി ഒരു കല്യാണം ആലോചിച്ചില്ലേ? ആ ഡോക്ടർ പെണ്ണിൻ്റെ അവർ സമ്മതിച്ച് നാളെ തന്നെ കല്യാണം നടത്താമെന്ന് അവർ പറഞ്ഞിരിക്കുക. ശരിയാണോടി മോളെ നീ പറയുന്നത്? അതേ അമ്മേ, അവർ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഹരീഷ് അത് കേട്ടിട്ട് പറയാം, നിങ്ങൾ ആരുടെ കല്യാണമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്? എൻ്റെ കല്യാണമാണോ? ഞാൻ അറിയാതാണോ എൻ്റെ കല്യാണം നടത്താൻ പോകുന്നത്? ഞാനും ശ്രീലക്ഷ്മിയും തമ്മിലുള്ള ഇഷ്ടം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? ഞാനിതിന് ഒരിക്കലും സമ്മതിക്കത്തില്ല. അതിന് നിൻ്റെ ഇഷ്ടം ആരാടാ ഇവിടെ നോക്കുന്നത്? ഞങ്ങൾ പറയുന്ന അങ്ങ് അനുസരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് രുക്മിണി അവനെ അങ്ങോട്ട് ദേഷ്യപ്പെടുവാണ്. അപ്പോൾ രമ്യ പറയാം, അമ്മേ ഞാൻ പറഞ്ഞവനെ മനസ്സിലാക്കിക്കോളാം, അമ്മ അങ്ങോട്ടൊന്ന് പൊയ്ക്കേ എന്നും പറഞ്ഞ് രുക്മിണിയെ പറഞ്ഞു വിട്ടിട്ട് രമ്യ സംസാരിക്കുവാണ് ഹരീഷിനോട്. ഹരീഷെ, മര്യാദയ്ക്ക് കല്യാണത്തിന് നീ സമ്മതിച്ചോണം. എനിക്കറിയാം നിനക്ക് ശ്രീലക്ഷ്മിയോട് ഭയങ്കര പ്രേമമാണെന്ന്. പക്ഷേ അതേ പ്രേമം തന്നെ എനിക്ക് രാജുവിനോടുണ്ടായിരുന്നു. എന്നിട്ട് അവരെന്താ കാണിച്ചത്? മന്ത്രിയുടെ മോളെ കണ്ടപ്പോൾ രാജു അവളെ കല്യാണം കഴിച്ച് എന്നെ വഞ്ചിച്ചില്ലേ? അതിന് പകരം നിന്നെക്കൊണ്ട് ഞാൻ ചെയ്യിച്ചിരിക്കും. നീ നാളെ ഞാൻ പറയുന്ന പെണ്ണിനെ തന്നെ നീ കല്യാണം കഴിച്ചിരിക്കും. ഇല്ലെങ്കിൽ ഇത് കണ്ടോ, വിഷം കഴിച്ച് ഞാൻ ഇവിടെ ആത്മഹത്യ ചെയ്തിരിക്കും. നീ അത് തീർച്ചയായിട്ടും നാളെ കണ്ടിരിക്കും എന്നും പറഞ്ഞ് രമ്യ അവനെ അങ്ങോട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുവാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഹരീഷ് പോയി ഋതികയെ കാണുന്നുണ്ട്. ഋതികയോടുണ്ടായ സംഭവങ്ങളെല്ലാം ഹരീഷ് പറയുമ്പോൾ ഋതിക ആകെ വിഷമിക്കുവാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഋതിക പറയുന്നുണ്ട്, വിഷമിക്കണ്ട, എന്തെങ്കിലും ഒരു ഐഡിയ നമുക്ക് കാണാം. ഇല്ല ഋതിക, ഞാൻ നോക്കിയിട്ട് ഒരു മാർഗ്ഗമില്ല. എൻ്റെ കല്യാണം അവർ നാളെ നടത്തും. അതുകൊണ്ട് ഈ രാത്രി തന്നെ ഞാനിവിടുന്ന് ഒളിച്ചോടി പോവുകയാണ്. ഋതിക ഒരു കാര്യം ചെയ്യണം, ശ്രീലക്ഷ്മിയെ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം. അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി ഞാൻ വരുമെന്ന് അവളോട് തീർച്ചയായിട്ടും പറയണം. അവളോട് കാത്തിരിക്കാൻ പറയണം എന്നൊക്കെ ഇങ്ങനെ ഹരീഷ് പറയുന്നുണ്ട്. രമ്യയാണെങ്കിൽ ഋതികയെ എങ്ങനെ മടക്കാം, അവളെ എങ്ങനെ പ്രതികാരം വീട്ടാം എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പം ഋതിക അങ്ങോട്ട് ചെല്ലുവാണ് രമ്യയുടെ അടുത്തോട്ട്. രമ്യ, ഞാനൊരു കാര്യം പറഞ്ഞു, സത്യമാണോ? രമ്യ, നീ ചെയ്യുന്നത് ന്യായമാണോ? ശ്രീലക്ഷ്മി ഹരീഷും തമ്മിൽ എത്ര പ്രേമത്തിലാണെന്ന് നിനക്കറിയാവുന്നതല്ലേ? നിന്റെ സഹോദരനല്ലേ? നിനക്കെങ്ങനെ തോന്നുന്നു ഇങ്ങനെ മനസാക്ഷി ഇല്ലാതെ നടക്കാൻ? സ്നേഹിക്കുന്നവരെല്ലാം കല്യാണം നടത്തി കൊടുക്കാൻ നടക്കുവാണോടി നീ? ഇതാണോ നിന്റെ പണി എന്നും പറഞ്ഞ് രമ്യ ഋതികയുടെ നേരെ അങ്ങോട്ട് ചാടുകയാണ്. നിനക്കറിയാവോ, അതേ പ്രേമം തന്നെയായിരുന്നു രാജുവിനും എനിക്കും. എന്നിട്ട് നീ എന്താ ചെയ്തത്? ഞാൻ കല്യാണം കഴിക്കാനിരുന്ന രാജുവിനെ നീ ദീപക്കിൻ്റെ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി രാജുവിനെ കല്യാണം കഴിച്ചതായി അഭിനയിച്ചു. ഇത് എനിക്ക് നല്ലതുപോലെ അറിയാം. നീ എന്നോടും എൻ്റെ ജീവിതത്തോടും കാണിച്ച പ്രതികാരം ഞാൻ നിന്നെ വെറുതെ വിടില്ലടി എന്നൊക്കെ രമ്യ പറയുമ്പോൾ ഋതിക പറയുവാണ്, രമ്യ പ്ലീസ്, നീ ഇങ്ങനെ ഒന്നും ചിന്തിക്കാതെ. ശ്രീലക്ഷ്മി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എന്നെ അവളിപ്പോൾ എങ്ങനെ വെറുക്കുന്നതെന്നറിയാവോ? അവളെ നീ മനസ്സിലാക്ക്. എൻ്റെ ശ്രീലക്ഷ്മി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് തിരിച്ചു കിട്ടണം. ഹരീഷുമായിട്ടുള്ള കല്യാണം നടന്നെങ്കിൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. രമ്യ പ്ലീസ്, ഞാൻ നിൻ്റെ കാല് വേണേ പിടിക്കാം. കാല് പിടിച്ചോട്ടൊന്നും ഒരു കാര്യമില്ല ഋതികയെ. എൻ്റെ അമ്മയും അച്ഛനും എവിടാ പോയിരിക്കുന്നത് നിനക്കറിയോ? നാളത്തെ കല്യാണത്തിനുള്ള താലിമാലയും കല്യാണ സാരിയൊക്കെ എടുക്കാനാണ് പോയിരിക്കുന്നത്. പ്ലീസ് രമ്യ, അവരോടൊന്ന് വിളിച്ച് പറ, അതൊന്നും വാങ്ങിക്കണ്ടെന്ന് പറ. ശരി, ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞ് രമ്യ ഒരു കളിയാക്കലാണ് ഋതിയോട് കാണിക്കുന്നത് കേട്ടോ. രമ്യ എന്നിട്ട് അമ്മയെ വിളിക്കുന്ന പോലെ അഭിനയിച്ചിട്ട് പറയുന്നു, അയ്യോ സോറി ഋതികയെ, ഒന്നും നടക്കില്ല. അവർ നാളത്തേക്കുള്ള കല്യാണ സാരിയും താലിമാലയെല്ലാം വാങ്ങിക്കഴിഞ്ഞല്ലോ, ഇനി ഒന്നും പറ്റില്ല ഋതികയെ എന്നിങ്ങനെ അവൾ പറയുവാണ്. ഋതികയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ഇവള് പ്രതികാരം ചെയ്യുവാണെന്ന്. ഞാൻ വീണ്ടും പറയുവാണ്, രമ്യ നീ ചെയ്യുന്നത് മഹാഭാവമാണ്. ഞാൻ എന്താ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഞാൻ നിന്റെ കാല് പിടിക്കാമെന്ന് പറഞ്ഞില്ലേ? വേണ്ട, നീ ചെയ്യാവുന്ന ഒന്നുണ്ട്, ഞാനത് പറയാം. അതായത് നാളെ കല്യാണം നടക്കാൻ പോകുമ്പോൾ നീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒച്ചത്തിൽ വിളിച്ച് പറയണം, രാജു നിന്നെ കല്യാണം കഴിച്ചിട്ടില്ലെന്ന്. ഈ സത്യം നീ വിളിച്ച് പറ. അന്നേരം ഞാൻ തീരുമാനിക്കാം എന്താ വേണ്ടതെന്ന്. എന്ത് പറയണം? ഈ ഇടഞ്ഞു നിൽക്കുന്ന ഇവളോട്, ഇങ്ങനെ പ്രതികാരദാഹിയായി നിൽക്കുന്ന ഈ രമ്യയോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി ഋതിക നേരെ വീട്ടിലോട്ട് പോരുകയാണ്. വീട്ടിലാണെങ്കിൽ എല്ലാവരും വലിയ സങ്കടത്തിലാണ്. എന്ന് വെച്ചാൽ ശ്രീലക്ഷ്മി എന്തെങ്കിലും കടുങ്ക ചെയ്യുമെന്ന് അവർക്കറിയാം. രാജുവും രാധമ്മയും അച്ഛനും എല്ലാം നിന്നുകൊണ്ട് ഉപദേശിക്കുവാണ്. രാജു മോളെ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. വേണ്ട, നിങ്ങളാരും ഒന്നും പറയണ്ട. നിങ്ങളാരും എനിക്ക് കാവൽ നിൽക്കുകയും വേണ്ട. ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചോ ഞാനത് ചെയ്തിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഋതികയും പറയുന്നുണ്ട്, ശ്രീലക്ഷ്മി നീ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കും, നീ പഠിച്ച കുട്ടിയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. വേണ്ട,
നീ ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയി മാറിയത്. നീയും രാജുവായിട്ടുള്ള പ്രണയം എല്ലാവരോടും മറച്ചു വെച്ചിട്ട് അവസാനം നിങ്ങൾ വിവാഹം കഴിച്ചില്ലേ? അത് ഏറ്റവും വലിയ വഞ്ചന എന്നോടല്ലേ കാണിച്ചത്? നിങ്ങൾ അങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ ഹരീഷിനെ എനിക്ക് നഷ്ടമായത്. അതുകൊണ്ട് നീ മിണ്ടണ്ട എന്നൊക്കെ പറഞ്ഞ് ശ്രീലക്ഷ്മി ഋതികയോട് വഴക്ക് പറയുന്നുണ്ട്. ഋതിക അപ്പോൾ രാജുവിനോട് പറയുന്നുണ്ട്, രാജു അച്ഛനെയും അമ്മയും വിളിച്ചൊന്ന് പുറത്തോട്ട് പോയി നിന്ന് എനിക്ക് ശ്രീലക്ഷ്മിയോട് കുറച്ച് സംസാരിക്കണം, പ്രിയ ചേച്ചി ഇവിടെ നിൽക്കി എന്ന് പറഞ്ഞിട്ട് ഋതിക അവിടെ എന്തോ സംസാരിക്കുന്നുണ്ട്. അതിപ്പോൾ കാണിക്കുന്നില്ല. അതിനുശേഷം കാണിക്കുന്നത് കല്യാണ പെണ്ണിനെയും അച്ഛനെയും അമ്മയാണ്. കല്യാണ പെണ്ണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് എന്തോ ഒരു ചതി ഈ കല്യാണത്തിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അവൾ അച്ഛൻ പറയുന്നുണ്ട് ഇത് ശരിയാണോ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ ഭരണമാണ് അവിടെ നടക്കുന്നതെന്ന് മനസ്സിലായി. മനുഷ്യ നിങ്ങൾ മിണ്ടാണ്ടിരുന്നോണം, ഞാൻ പറയുന്ന കേട്ടോണോ, അല്ലെങ്കിൽ പച്ചവെള്ളം നിങ്ങൾക്ക് അച്ഛനും മോക്കും ഞാൻ തരില്ല എന്നൊക്കെ ഇങ്ങനെ ആ അമ്മ പറയുന്നുണ്ട്. ആ പെണ്ണും ഇങ്ങനെ പേടിച്ച് നിൽക്കുവാണ്. അമ്മയുടെ വാക്കിനെ എതിർക്കാനുള്ള ശക്തി ആ അച്ഛനും മകൾക്കും ഇല്ലെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ചിട്ടിക്കമ്പനികളും ഇഷ്ടത്തിന് സ്വത്തും അതും ഇതും എല്ലാം ഉണ്ട്. അതെല്ലാം എൻ്റെ മോൾക്ക് അനുഭവിക്കണം, നിങ്ങൾ മിണ്ടിപ്പോവരുത്. ഇത്രയും സ്വത്തൊക്കെ ഉള്ള ഒരു ചെറുക്കനെ കിട്ടുന്നത് ചുമ്മാതാണോ, കൊച്ചുകാര്യമാണോ എന്നൊക്കെ ആ അമ്മ ഇങ്ങനെ അവിടെ നിന്ന് പറയുകയാണ്. ഹരീഷാണെ കല്യാണ വേഷത്തിൽ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. നിന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ആലോചിക്കുക, എന്താ ഋതികയുടെ ഫോണൊന്നും വരുന്നില്ലല്ലോ, ഇനി ഋതിക എന്നെ ചതിച്ചോ, എന്താ അവിടെ സംഭവിച്ചത്, ഒന്നും അറിയുന്നില്ലല്ലോ, ഒന്ന് വിളിച്ച് ശ്രീലക്ഷ്മിയെ ഒന്ന് വിളിച്ചു നോക്കാമെന്നും പറഞ്ഞ് ഫോൺ ഇങ്ങനെ എടുത്ത് ഡയൽ ചെയ്യുമ്പോഴത്തേക്കും രമ്യ അങ്ങോട്ട് വരുന്നു. ഇടാ നീ ആരെയാടാ വിളിക്കുന്നത്? അത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ. അല്ല നീ ഫോണിങ് തന്നെ, ഞാനിന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോണെ കയറി പിടിക്കുവാണ്. ആ സമയത്ത് ഹരീഷ് പറയുന്നുണ്ട്, നീ എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ വിളിച്ചത് ശ്രീലക്ഷ്മിയെ തന്നെയാണ്, എന്താ വേണം? ഡാ മര്യാദയ്ക്ക് നീ കല്യാണത്തിന് സമ്മതിച്ചോണം, ഇല്ലെങ്കിൽ ഇത് കണ്ടോ എന്നും പറഞ്ഞ് അവൾ ഒരു ബോട്ടിൽ വിഷമാണെന്ന് തോന്നി കാണിക്കുന്നുണ്ട്. ഇത് കുടിച്ച് ഞാനിവിടെ മരിക്കും, അത് കണ്ടിട്ടേ നീ പുറത്തോട്ട് പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തിയിട്ട് അവൾ ആ ഫോണും കൊണ്ടങ്ങ് പോവുകയാണ്. എന്താണ് ഇനി അവിടെ നടക്കാൻ പോകുന്നതെന്നറിയില്ല. ഹരീഷ് ശ്രീലക്ഷ്മിയെ വിവാഹം കഴിക്കുവോ അതോ രമ്യ നടത്തുന്ന നാടകം അവിടെ വിജയിക്കുവോ, എന്താണ് അവിടെ നടക്കുന്നതെന്നറിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയുമായി നാളെ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.